ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേക്ക്. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എനിക്കൊരു വഴിയമ്പലവും ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ്. ജെറമ്യ 9:2. ജോലിയും ജോലിസ്ഥലവും ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ നാം ആഗ്രഹിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ജോലിയുടെ കാഠിന്യം, സഹപ്രവർത്തകരുടെ ഉപദ്രവം, അർഹതയുള്ള പ്രതിഫലം കിട്ടാതിരിക്കൽ, സമീപവാസികളിൽ നിന്ന് തുടരെ ഉപദ്രവങ്ങൾ എന്നീ വിധത്തിൽ പലവിധ കാരണങ്ങൾ നമുക്ക് പറയുവാനുണ്ടായിരിക്കും. സ്നേഹമില്ലാത്ത മക്കളെ വിട്ടുപോകുവാൻ വൃദ്ധ മാതാപിതാക്കളും, ഇടവകളിൽ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്ന വൈദികരും ഉണ്ടായിരിക്കും. ഈ പ്രവണത പ്രയോജനരഹിതമാണ്. ഭൂമിയിൽ എവിടെ ചെന്നാലും പൂർണ്ണമായ നല്ല സാഹചര്യം ലഭിക്കുകയില്ല. ജെറമ്യ പ്രവാചകനെയും ഇതുപോലുള്ള ചിന്തകൾ ബാധിച്ചു. തൻ്റെ ചുറ്റും താമസിക്കുന്നവർ വ്യാജത്തിനായി നാവ് വില്ലുപോലെ കുലയ്ക്കുന്നവരും വ്യഭിചാരികളും ദ്രോഹികളുമാണ്. പ്രവാചകന്റെ ഉപദേശങ്ങളെയും അപേക്ഷകളെയും അവർ അവഗണിച്ചു. അവരെ സഹായിക്കാൻ ആഗ്രഹിച്ച പ്രവാചകനെ ഉപദ്രവിക്കാൻ അവർ ഒരുങ്ങി. അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ താമസിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം അതനുവദിച്ചില്ല. തുടർന്ന് 40 വർഷക്കാലം ജനത്തിൻ്റെ ഇടയിൽ പ്രവാചകൻ പ്രവർത്തിച്ച് തൻ്റെ ദൗത്യം നിർവഹിച്ചു. തൽക്കാലം ആഗ്രഹിച്ചതുപോലെ ഫലം കിട്ടിയില്ലെങ്കിലും തൻ്റെ പ്രയത്നം പരാജയമായില്ല. തിരുവെഴുത്തുകളോടുകൂടെ പ്രവാചകന്റെ എഴുത്തുകൾ ചേർക്കപ്പെട്ടു. ആയിരങ്ങൾ ഈ പുസ്തകം വായിക്കുകയും ആത്മീയ പ്രബുദ്ധത പ്രാപിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ നിയമിച്ചാക്കിയ സേവന രംഗത്ത് നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കരുത്. നിരാശജനകമായ സാഹചര്യം നമ്മെ അലട്ടുമ്പോൾ ചുമതലാബോധം നഷ്ടപ്പെടുത്തരുത്. ക്രിസ്ത്യാനി ജീവിത വിജയമല്ല, വിശ്വസ്ത ജീവിതമാണ് ആഗ്രഹിക്കേണ്ടത്. ജീവിതത്തിൽ നിന്ന് ഓടിപ്പോവുകയല്ല, അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ധീരമായി അതിലൂടെ ഇറങ്ങിക്കടക്കുകയാണ്. അവയെ ഒഴിഞ്ഞു മാറുകയല്ല. പ്രശ്നങ്ങൾ കണ്ട് ഓടിപ്പോയാൽ പ്രശ്നങ്ങളില്ലാത്ത മറ്റൊരിടവും കാണുകയില്ല. കർത്താവായ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. അതിനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിത വിജയം എപ്പോഴും ഉണ്ടായിരിക്കും. അയ്യമ്മസമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹപൂർവം, പ്രശാന്തച്ചൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേക്ക്.